ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. ഇന്നും നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് ഞാൻ ഇച്ചിരി മീൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. കുഞ്ഞൻ നെമ്മീൻ കുഞ്ഞുണ്ടല്ലോ, അത്, കോര, പിന്നെ കുറച്ച് ചെറിയ ചെറിയ മീനുകൾ, കണമ്പുകൾ, കൊഞ്ച്, ഇതെല്ലാം കൂടെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തില്ലായിരുന്നു, ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് അതെടുത്തിട്ട് കൊഞ്ച് തിരിച്ച് വെച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ച് ബാക്കിയുള്ള മീനെല്ലാം ഞാൻ ഐസ് മാറാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഞാൻ ഇച്ചിരി നേരം മാറി റെസ്റ്റ് എടുത്തു കേട്ടോ. നമ്മളങ്ങനെയാണ് ഒരു 11 മണിയൊക്കെ ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോയി ഒന്ന് റെസ്റ്റ് എടുക്കും. പിന്നെ ഒരു 11 മണി 11:30 ആകുമ്പോഴേ അടുക്കളയിൽ കയറത്തുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ ഐസ് മാറിയിരുന്നു. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് രാവിലെ ഉണ്ടാക്കിയത് നമ്മുടെ മസാല ദോശയാണ്. മസാല ദോശ, ചമ്മന്തിക്കറിയൊക്കെ ആയിട്ട്. കാരണം മോൾക്ക് ഇന്ന് സ്കൂളുണ്ടായിരുന്നു, മോൻ ഇന്ന് സ്റ്റഡി ലീവായിരുന്നു. അപ്പോൾ പിന്നെ ചോറ് വേണ്ടാന്ന് പറഞ്ഞു. മോനും കൂടെ സ്കൂളിൽ പോകണമെങ്കിൽ നമ്മൾ ചോറ് കരുതും. അപ്പം ഇന്ന് ചോറ് വേണ്ട, പലഹാരം എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു മസാല ദോശ ആക്കി കൊടുക്കാൻ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ, ഇഡ്ഡലി, സാമ്പാർ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി രാവിലെ കഴിച്ചു. പിന്നെ അത് ഈ പറഞ്ഞ മീൻ വെട്ടിയെല്ലാം എടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ എത്ര തേച്ച് കഴിയാലും ഒരു കുറച്ച് നേരത്തേക്ക് നമ്മൾ കറിയെല്ലാം ആക്കുന്നിടം വരെയെങ്കിലും നമ്മളത് വെള്ളത്തിലിട്ടേക്കണം കേട്ടോ. മീൻ വെട്ടിയതിന് ശേഷം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഉലുമ്പും കാര്യങ്ങളും എല്ലാം പോയി കിട്ടും, നല്ല ഫ്രഷ് മീനായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ. മീൻ വെട്ടിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ തേങ്ങ പൊതിച്ചപ്പോഴത്തേക്കേ കഴന്നു വന്ന് നമുക്ക് തിരുകേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഞാനത് പൂളി ഇടും. ഇവിടെ മിക്കവാറും പൂളിയിടല്ല പരിപാടി, പക്ഷേ ഈ അടുത്തായിട്ട് ഞാൻ തിരുമ്മുമായിരുന്നു. അപ്പം പച്ചത്തേങ്ങ അല്ലായിരുന്നു. അപ്പോൾ അത് കാരണം കൊപ്ര പോലെ കിട്ടി. പിന്നെ കൊപ്ര എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇടത്തരം ഇച്ചിരി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൊച്ചുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട് സ്പെഷ്യലായിട്ട്. പെരുംജീരകപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിയിലോട്ട് ഞാൻ ആദ്യം ഈ വലിയ ചട്ടിക്കകത്ത് ആക്കിയതാണ് കേട്ടോ. അത് തക്കാളിയും പച്ചമുളകും പിന്നെ കുടംപുളി എല്ലാം ഇട്ട് ചാറൊക്കെ ആക്കി മിക്സിയിൽ നിന്ന് അരപ്പൊക്കെ ഒഴിച്ച് ചാറൊക്കെ ആക്കിയിട്ടെല്ലാം ഞാൻ ആ ചട്ടിക്കകത്ത് ഞാൻ വെച്ചത് അടുപ്പത്ത്. അത് കഴുകി എടുത്തപ്പോഴേ എനിക്കൊരു ഡൗട്ട് അടിച്ചു, ഇതിന് ചോർച്ചയുണ്ടോ എന്ന്. എന്തായാലും കറി നന്നായിട്ട് തിളച്ചില്ല. അതിന് മുമ്പേ ഏതാണ്ട് ഇട്ടിട്ടിട്ട് ഇങ്ങനെ ചട്ടിയുടെ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം ഊറി വരുന്നത് പോലെ തോന്നി. പിന്നെ ഞാൻ ആ ചട്ടി അങ്ങ് മാറ്റി. ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആവിയും കാര്യങ്ങളായിട്ടൊക്കെ വേറെ ചട്ടിയിലോട്ട് മാറ്റാൻ പറ്റില്ല. അപ്പം ഞാൻ വേറൊരു ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ഈ കറിയെല്ലാം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മുടെ ഈ കഴുകി വെച്ച, അപ്പം വെള്ളത്തിൽ കിടക്കുമല്ലായിരുന്നോ ആ മീൻ. അപ്പം ഞാൻ എന്തോടുത്ത് ഒന്നും കൂടെ ഒന്ന് ഒലച്ച് കഴുകി എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ ആ കറിക്കകത്തിട്ട് കൊടുത്തു, മൂടി വെച്ചു. നമ്മുടെ മീൻ കറിയുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ അതവിടെ കിടന്ന് തിളച്ചോളും, ചെറിയ തീയിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു നെമ്മിൻ്റെ വാൽ കഷ്ണം ഞാനെടുത്ത് സെപ്പറേറ്റ് വെച്ചു. കാരണം മോന് അതൊന്ന് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും മല്ലിമീൻ പൊരിച്ചാന്ന് പറയുന്നത്. അപ്പം മല്ലിമീനൊന്നും ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പം ഈ മീനിൻ്റെ വാൽ കഷ്ണം പൊരിച്ചു കൊടുക്കാം, നല്ല ടേസ്റ്റ് അല്ലേ നെമ്മീനൊക്കെ എന്ന് കരുതി അതൊരെണ്ണം അവിടെ മാറ്റി വെച്ചാണ്. ഞാൻ അരപ്പും പെരട്ടി അതങ്ങ് അടുപ്പേ വെച്ച്. പിന്നെ പാവയ്ക്ക, പിന്നെ പച്ചക്കറി എടുക്കണമെന്ന് കരുതിയപ്പോഴത്തേക്കാണ് നമ്മൾ പച്ചക്കറിപ്പാട്ട് തുറന്നപ്പോൾ 2 പാവയ്ക്ക ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു പാവയ്ക്ക എടുത്തു. അത് കുഞ്ഞായിട്ട് അരിഞ്ഞു. അതിനുശേഷം ഒരു സവാളയും കുനുകുനാന്നരിഞ്ഞു. പിന്നെ 2 പച്ചമുളകും കുനുകുനാന്നും പറഞ്ഞരിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചട്ടിക്കകത്ത് മിക്സ് ചെയ്തിടുക, ഉപ്പൊഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. വെള്ളമൊന്നും വേണ്ടട്ടാ. അങ്ങോട്ട് മൂടി വെച്ച് തീ കുറച്ച് വെച്ച് അങ്ങോട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മുടെ മീൻ കറി ഇവിടെ നല്ലോണം തിളച്ചെല്ലാം വറ്റി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ മീൻ പൊരിക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാവയ്ക്കായി അടുപ്പത്ത് വെച്ചല്ലോ, പിന്നെ അടുപ്പത്ത് വെച്ചില്ല, വെക്കാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് ഫാസ്റ്റായിപ്പോയി. ഓക്കെ. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ എണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കണം. എനിക്ക് പിന്നെ ഇന്നെന്താണ് ഒത്തിരി ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങിയ തലവേദന, എനിക്ക് സംസാരിക്കാൻ വയ്യ, നാക്ക് വരെ കുഴയുന്ന അത്രയ്ക്ക് തലവേദന. ഇതുവരെ ഇതിപ്പോൾ മൊത്തത്തിൽ കിടന്ന് തല മൊത്തം കിടന്ന് വിങ്ങുക. ഇനി ഒന്ന് മയങ്ങിയാലേ ശരിയാവത്തുള്ളൂ എന്ന് തോന്നുന്നു, നല്ല തലവേദനയുണ്ട്. അപ്പം ഇപ്പോൾ പാവയ്ക്ക് അരിഞ്ഞൊക്കെ എടുത്തിട്ട് ഞാൻ വല്ലച്ചാലും ഒന്ന് ആദ്യം വിചാരിച്ച് മിഴുക്കിടാവുന്നു. പിന്നെ ഒരു തേങ്ങ
പിന്നെ അരച്ച് ബാലൻസ് പുളി തേങ്ങ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ടേക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ പാവയ്ക്ക മഞ്ഞപ്പൊടിയൊന്നും ഇടാതെ കേട്ടോ തേങ്ങാപ്പീര അരച്ചത്. കൊച്ചുള്ളിയും തേങ്ങാപ്പീരയും മാത്രം ഒന്ന് അരച്ച് ഒന്ന് ചതച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പം ഒരുവിധം എന്നാലും ഒരു ഇച്ചിരിയും കൂടെ പിന്നെ മയപ്പെടാനുണ്ടായിരുന്നു പാവയ്ക്ക. പക്ഷേ ഞാൻ പെട്ടെന്നങ്ങ് തീ അങ്ങ് ഓഫാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി മത്തി ഞാൻ വെട്ടി അരപ്പ് പറ്റി ഫ്രിഡ്ജ് വെച്ചിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് പൊരിക്കാൻ വേണ്ടി എടുത്തു. പിന്നെ അപ്പോൾ അതും നമ്മുടെ ദാണ്ടെ അപ്പുറത്ത് അടുപ്പിലിരിപ്പുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകറിയൊക്കെ ഞാൻ ചൂടാക്കി വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അതുപോലെ മാമ്പഴ പുളിശ്ശേരി ചൂടാക്കി വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഓൾറെഡി ഇരിപ്പുണ്ട്. പിന്നെ ഇന്നലെ ആ നെല്ലിക്ക വാങ്ങിച്ചത് ഞാൻ കയ്യോടെ തന്നെ അങ്ങനെ അങ്ങ് ഉപ്പിലിട്ട് പച്ചമുളകൊക്കെ കീറി. ഉപ്പ് കുറവാട്ടോ, അത് കാരണം പിന്നെ ഇച്ചിരി ഒന്ന് നെല്ലിക്ക ഒന്ന് അഴുകി വരാൻ ഇച്ചിരി താമസം എടുക്കും. അങ്ങനെ അതും ഓക്കെ ആക്കി. നമ്മുടെ പാവയ്ക്ക റെഡിയായി, മീൻ പൊരിച്ചത് റെഡിയായി. പിന്നെ ചോറും തിളപ്പിച്ചൂറ്റി എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറിയും തിളപ്പിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ പൊടിമീൻ തരങ്ങളൊന്നും അതിൻ്റെ കറികളൊന്നും ഞാൻ കൂട്ടില്ല. അപ്പോൾ എനിക്ക് മത്തിച്ചാറുണ്ട്, മത്തി പൊരിച്ചതൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ. പിന്നെ എപ്പോഴും വിചാരിക്കും രാവിലെ തന്നെ അങ്ങ് വീഡിയോ എടുക്കാനങ്ങ് നിൽക്കണം. വെളുപ്പിനെ പിള്ളേരെ സ്കൂളിൽ വിടാൻ വേണ്ടി എണീക്കുമ്പോൾ തന്നെ ഒരു നല്ല ഒന്നാന്തരം കുറേ ജോലികൾ നമ്മൾ രാവിലെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കതൊന്നും ധൃതി ചെയ്യുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ മോന് ചോറ് കൊടുക്കാനാണെങ്കിൽ നമ്മളിനി എന്തെല്ലാം ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു മുട്ട ഓംലെറ്റ് ഇല്ലാതെ അവൻ കഴിക്കത്തില്ല. അപ്പോൾ ദാണ്ടെ ഒരു മുട്ട പൊട്ടിയത് ഒരു ഡവറാക്കകത്താക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കലക്കാൻ നോക്കിയിട്ടത് കണ്ടില്ലേ, ഐസ് കട്ട പോലെ ഇരിക്കുന്നു, ചുമന്ന കാര്യമില്ല. പിന്നെ എനിക്ക് ടൈമും കൂടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് തന്നെ കലക്കി ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കാമെന്ന് കരുതി. പിന്നെ ഈ പറഞ്ഞ കറികളും മീൻ പൊരിച്ചതും തോരനും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂട്ടി മോൻ കഴിച്ചോളും. പിന്നെ ഇവിടുത്തെ വാപ്പായ്ക്ക് വേണ്ടി കുക്കുംബറും ഒക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ തൈര് ഉപ്പിന് പകരം പഞ്ചസാര ഇട്ടാണ് കുടിക്കുന്നത്. മറ്റേ തൈര് എന്ന് പറയുമ്പോൾ ഭയങ്കര പുളിയാണ്. അപ്പോൾ ഇവിടുത്തെ വാപ്പായ്ക്ക് പുളിയൊന്നും പറ്റില്ല. അപ്പം ഇച്ചിരി പഞ്ചസാര ഇട്ട് ഞാൻ തൈരും എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചു. പിന്നെ താണ്ടെ ഇന്ന് രാവിലെ ഒരിച്ചിരി പാല് കാച്ചി വെച്ചിരുന്നേ. അപ്പം എനിക്കൊരു ഐഡിയ തോന്നുന്ന ഒരിച്ചിരി പഴവുമായിട്ടിട്ട് അടിച്ചു കുടിക്കാം. ഞാൻ അങ്ങനെ ഒരുവിധപ്പെട്ട രീതിയിൽ പാലും അങ്ങനെയൊന്നും കഴിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് ഈ പാലിൻ്റെ അംശവും മുട്ടയുടെ അംശമൊക്കെ വേണമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ദാണ്ടെ ഒരിച്ചിരി പാല് കാച്ചിയതിനകത്തോട്ട് 2 പഴവും കുറച്ച് പഞ്ചസാരയും ഒരു 3 ഈത്തപ്പഴവും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ആദ്യം പാല് മാത്രം ചേർത്തിട്ട് അടിക്കുക, പഴമൊക്കെ ആയിട്ട്. അതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ആ കുറുകുറാന്ന് തന്നെ നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈത്തപ്പഴമൊക്കെ ഇട്ടതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നോയമ്പൊക്കെ വരുമല്ലേ, അപ്പം ഈ ജ്യൂസും കാര്യങ്ങളും ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പം നമ്മൾ ജ്യൂസൊക്കെ നമ്മൾ പ്രത്യേകം ഷോർട്സായിട്ടൊക്കെ ഇൻഷാ അല്ലാഹ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ അതാണ്ട് എൻ്റെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഫ്രഷ് മീൻ കറിയൊന്നും അല്ല ഞാൻ എടുത്തേക്കുന്നത്, ഇന്നലത്തെ മത്തിക്കറിയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബൈ.